ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് കോട്ട് പുട്ടി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. ആദ്യം ചുമരിൽ എന്തെങ്കിലും കച്ചറകളുണ്ടെങ്കിൽ, തരിതീരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ബ്ലേഡിനെ കൊണ്ട് നന്നായി വൃത്തിയാക്കുക. അതിനുശേഷം മിക്സാക്കി വെച്ച പുട്ടി ബ്ലേഡിലേക്ക് എടുത്തിട്ട് ഫസ്റ്റ് കോട്ട് ഹൊറിസോണ്ടലായി തന്നെ ഇടുക. ഞാൻ ഇടുന്നത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് കോട്ട് വിലങ്ങനെ തന്നെ ഇടുക. അതുപോലെ ഞാൻ ഒരു നിശ്ചിത അളവ് പിടിച്ചിട്ട് ആ അളവിലേക്ക് ആവശ്യമായ പുട്ടിയും ഒരു നിശ്ചിത എമൗണ്ടിൽ എടുക്കുക പ്ലേറ്റിലേക്ക്. ഇപ്പോൾ 2 തവണയാണ് ആ ചെറിയ പ്ലേറ്റിൽ കോരുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും അങ്ങനെ ഓരോ ലെയറും ഒരേ എമൗണ്ടിൽ സാധനം കയറ്റാൻ ശ്രമിക്കുക, ഒരേ അളവിൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എത്ര ബെൻഡുള്ള തേപ്പാണെങ്കിലും നിവർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. പലരും പറയാറുണ്ട് തേപ്പ് കംപ്ലൈൻ്റ് ആണെങ്കിൽ പുട്ടിയിട്ട് കഴിഞ്ഞാൽ ബെൻഡ് നിവർത്താൻ പറ്റില്ല. അത് ഒരു പരിധി വരെ പല പെയിൻറ്റർമാരും പറയുന്ന ഒരു ഒഴിവ് കഴിവാണ്. അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് തേപ്പ് കംപ്ലൈൻ്റ് ആണ്, നമുക്ക് ഇത്രയേ പറ്റൂ. പക്ഷെ അങ്ങനെയല്ല. തേപ്പ് കംപ്ലൈൻ്റ് ആണെങ്കിൽ തന്നെ ശരിയായ അളവിൽ പുട്ടിയിടുകയാണെങ്കിൽ ഒരു 100% അല്ലെങ്കിൽ പോലും ഒരു 90% നമുക്ക് ബെൻഡ് നിവർത്തിയെടുത്ത് വളരെ ഫിനിഷിംഗ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ് ചുമര്. അപ്പോൾ അതിപ്പോൾ ശരിയായ രീതിയിൽ തന്നെ ഇടാൻ ശ്രമിക്കണം. ഫസ്റ്റ് കോട്ട് വിലങ്ങനെ തന്നെ ഇടുക, ഒരു അളവ് പിടിച്ചിട്ട് ഇടുക. പുട്ടി എടുക്കുന്ന അളവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കൈയിൻ്റെ മൂവ്മെൻറ്റ്, ബ്ലേഡിന് വലിക്കുന്ന ആ ഒരു രീതി, അതൊക്കെ ശരിയായ രീതിയിൽ എല്ലാം ഒത്തൊരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാക്സിമം ബെൻഡില്ലാതെ തന്നെ നമുക്ക് പുട്ടിയിടാൻ പറ്റുന്നതാണ്. പിന്നെ സെക്കൻഡ് കോട്ട് ഇടുമ്പോൾ, ഇത് ഫസ്റ്റ് കോട്ട് ഇടുന്ന വീഡിയോ ആണ്. സെക്കൻഡ് കോട്ട് ഇടുമ്പോൾ ഇപ്പോൾ വിലങ്ങനെ ഇടുന്നതാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കുത്തൊക്കെ ഇടുക. നേരെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന തരത്തിൽ ബ്ലേഡ് ചലിപ്പിക്കുക. അത് ഇതുപോലെ ഒരു എമൗണ്ട് വെച്ച് തന്നെ ഒരു അളവിൽ, നിശ്ചിത അളവിൽ തന്നെ പുട്ടി ചലിപ്പിക്കുക. ഒരു നിശ്ചിത ഏരിയയിൽ മനസ്സിൽ കരുതിയിട്ട് ആ ഒരു ഏരിയയിലേക്ക് വേണ്ട സാധനം ഒരേ രീതിയിൽ തന്നെ എടുക്കുക. അപ്പോൾ മാക്സിമം ഒരേ അളവിൽ തന്നെ ചുമരിൽ പുട്ടിയേറുകയും ബെൻഡ് പരമാവധി ഒഴിവാകുകയും ചെയ്യുന്നതാണ്. അതിനുശേഷം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പുട്ടി എങ്ങനെയെങ്കിലും ഇട്ടിട്ട് അറിയുന്ന ആൾക്കാർ തന്നെ പുട്ടിയിടും. പക്ഷെ പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഹെൽപ്പർമാരായിരിക്കും പുട്ടി ഉരക്കുക. അങ്ങനെ ഉരക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ അറിയാത്തവർ ഉരച്ചു കഴിഞ്ഞാൽ പുട്ടി അത്ര വൃത്തിക്കിട്ട് കഴിഞ്ഞാലും ബെൻഡായി മാറും, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അറിയുന്നവർ പുട്ടി ഇടുന്നവർ തന്നെ ഉരക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ കൈനെ കൊണ്ട് വരക്കുക, മെഷീൻ കൊണ്ട് വരക്കാം. പക്ഷേ ഇപ്പോഴും പലരും മെഷീനാണ് ഉപയോഗിക്കാറുള്ളത്. മെഷീനിൽ വരക്കുമ്പോൾ ഉപയോഗം എന്ന് പറഞ്ഞാൽ പൊടി പരമാവധി അതിൻ്റെ കൂടെ തന്നെ ബാഗ് വരാറുണ്ട്. ബാഗ് വലിച്ചെടുക്കും പൊടി.